ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ കുറേ ആളുകൾ എന്നോട് അതിൽ മെസ്സേജ് അയച്ചിട്ടും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചിരുന്നു എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണ വർക്ക് DTP വർക്കാണ് കേട്ടോ. മലയാളം DTP ചെയ്ത് PDF ഫയലാക്കിയിട്ട് അയച്ചു കൊടുക്കുക, അതാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നല്ലോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മളെ പരിപാടി കേട്ടോ. എൻ്റെ വർക്ക് എന്താണെന്ന് ചിലർ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ചില ആളുകളുടെ സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നോവലായിരിക്കും, ചിലപ്പോൾ ചെറുകഥകൾ, കവിതകൾ, അതുപോലെ എന്താ പറയുക, പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഒരുപാട് എഴുതിക്കൊണ്ട് തരും. അപ്പോൾ അത് നമ്മൾ PDF ഫയലാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ കൂടെയാണ് ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ലാവി ചെറിയ കുട്ടിയതിന് ശേഷം പിന്നെ ഞാൻ വല്ലാതെ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇതൊക്കെയാണ്, കണ്ടില്ലേ? ഇതാണ്. അപ്പോൾ അതാണ് എൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ അവർ കുറേ സ്റ്റോറികൾ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് തരും. നമ്മളതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് മലയാളം ടൈപ്പ് ചെയ്ത് PDF ഫയലായിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ പ്രിൻ്റൊക്കെ എടുത്ത് പേപ്പർ അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകും, അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പിന്നെ സ്പോട്ടിൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ PDF ഫയലായിട്ടാണ് അയച്ചു കൊടുക്കും കേട്ടോ. DTP വർക്കാണ് അപ്പോൾ എൻ്റെ ജോലി. അത് വല്ലപ്പോഴൊക്കെയാണ്, കാരണം വെച്ചാൽ കൂടുതലും ചെറുകഥകൾ, നോവല്, കവിതകൾ, അതുപോലെ സിനിമ, ഷോർട്ട് ഫിലിം, ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രംഗത്ത് ഒരു 13 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇതിങ്ങനെ എഴുതി കൊടുക്കാനും മറ്റൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അത് വല്ലപ്പോഴും ഇപ്പോൾ മോളുണ്ടായതിന് ശേഷം ഞാൻ ഒരു 4-5 വർഷമായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം അവളുടെ പ്രഗ്നൻ്റ് ആയതും പിന്നെ അവളെ കുട്ടിയായപ്പോൾ പിന്നെ അത് നടക്കില്ല. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ സമയത്ത് നമ്മളത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിന് നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വലിയ സീനായി മാറും. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ള പേടി കാരണം ഞാൻ ആരും വാങ്ങലുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമതും തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസം ആയുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ഇതുപോലെ ഒരുപാട് പേജുകളുണ്ടെങ്കിൽ 10-600 പേജ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ടീമിൻ്റെ ഒക്കെ വാങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത അത് വാങ്ങുകയാണ് ചെയ്യുക കേട്ടോ. ലാപ്ടോപ്പിലാണ് ചെയ്യുക. പിന്നെ പ്രിൻ്ററും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്, പക്ഷേ അതിൽ ഇപ്പോൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കാറില്ല. ഒക്കെ PDF അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒന്ന് അവർക്ക് അവിടെ നിന്ന് പ്രിൻ്റ് എടുത്താൽ മതി, എല്ലാവർക്കും കൂടെ വരും വേണ്ട, എനിക്ക് അങ്ങോട്ടും പോകണ്ട, അങ്ങനെയൊക്കെ. പിന്നെ ഇത് എത്തിച്ചു തരാൻ ചിലപ്പോൾ അൻവർക്ക് വഴിയോ അല്ലെങ്കിൽ മോനോ ആരെങ്കിലുമൊക്കെ പോയി വാങ്ങി വരും, അതല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുതരും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളെന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചെയ്യണം കേട്ടോ. പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ സ്ഥാപനം ഇട്ടിട്ടോ നല്ല കേട്ടോ. വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചെയ്യണത്. എനിക്ക് ഈ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ പുറത്ത് പിന്നെ പോകാനും കഴിയില്ല, പുറത്ത് പോയാണ്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടുകൂടിയാണേ. ഞാൻ ലാമുണ്ട് ഇവിടെ, പക്ഷെ ലാമിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ്, കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചില ചാനലുകൾക്കേ പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു, കമൻറ്റ് ബോക്സ് ഓഫായി പോകാൻ കേട്ടോ. അപ്പോൾ അവളെ കാണിക്കുന്ന വീഡിയോസിലൊക്കെ കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ വേറെ വീഡിയോസിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അതാണ് ഞാനിപ്പോൾ അവളെ വല്ലാതെ കാണിക്കാത്തത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ജോലിനെ കുറിച്ച് ചോദിച്ചവർക്കുള്ളൊരു മറുപടി ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു റിപ്ലൈയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ കോഴിക്കോട് പോയിരുന്നു. ഇവൾക്ക് ഡാൻസ് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അവളെ ഇങ്ങനെ മനോരമൻ്റെയും അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ അതുപോലെ കുറേ ഫാഷൻ ഷോൻ്റെ ടീമൊക്കെ വിളിക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുതിർന്നാൽ എന്തായാലും ഇപ്പോൾ ഇതിനൊന്നും പോകാനൊന്നും പറ്റൂല, നമ്മൾ മുസ്ലിം സമുദായത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് അവളൊരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഒന്ന് പറഞ്ഞയച്ചതാണ്. അവൾക്ക് ഡാൻസ് കളിക്കുന്നതും അതുപോലെ ഈ ഫാഷൻ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പരിധി വരെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിർത്തേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു എത്ര മക്കളാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് 4 മക്കളാണ്, ഒരാണും 3 പെണ്ണുമാണ്. പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ കാണാത്തവരതൊന്ന് പോയി കാണണം കേട്ടോ. എനിക്ക് 4 മക്കളാണ്. മൂത്ത മോള് ആണ് ഈദു. ഇന്നലെ ഞാൻ ബർത്ത്ഡേൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഈദു എൻ്റെ മൂത്ത മോളാണ്. അവളെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. ഇൻഷാ അല്ലാഹ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ 2 പെണ്ണ്, ചെറുത് ലാമിയാണ്. അതിൻ്റെ ഇടയിലൊരു ആൺകുട്ടിയുണ്ട്. ഇവർക്കൊന്നും വീഡിയോസിൽ വരാനൊന്നും താല്പര്യമില്ല, ഞാൻ ആരെയും നിർബന്ധിക്കാറുമില്ല. എനിക്കും താല്പര്യമില്ലാത്തൊരു കേസായിരുന്നു പബ്ലിക്കിൽ വരാനൊന്നും. അതുകൊണ്ട് ഞാൻ വേറൊരു ചാനലുള്ളതിൽ ഞാൻ ഫേസ് അങ്ങനെ കാണിച്ചിട്ടില്ല. കുട്ടീൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു അത്.
ഒരു സക്സസ് ആവണില്ല, മൂവ്മെന്റ് ഇല്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ ഫേസ് കാണിച്ച് തന്നെ ചെയ്യണത്. മാന്യമായിട്ട് ഫേസ് കാണിച്ചാലും മാന്യമായിട്ട് ചെയ്യുന്ന വീഡിയോസിനൊന്നും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലും ഫാമിലീസ് എല്ലാവരും സപ്പോർട്ടാണ്, വീഡിയോ ഇടുന്നതിലൊന്നും അവർക്ക് ആർക്കും ഇതില്ല. മാന്യമായിട്ട് എന്ത് തൊഴിലും നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരാണ്, സപ്പോർട്ടാണ്. പക്ഷേ ആർക്കും ഫേസ് കാണിച്ച് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഞാനും ഒരു സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വരാമെന്ന് വിചാരിച്ച് വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണതേ നമുക്കുള്ളൂ, നിങ്ങളൊക്കെ ഉള്ളൂ, അത് മനസ്സിലാക്കുക. പിന്നെ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊന്നും ഉള്ള ആളൊന്നും അല്ല ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയതും എനിക്ക് നല്ലതാണെന്ന് തോന്നിയതും എനിക്ക് ചീത്തയാണ് നിങ്ങളും ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക, കമൻറ്റിലൂടെ പറഞ്ഞു തരിക, അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് പറഞ്ഞു തരിക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്നും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് മാത്രം, ഒരു മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയണ്ടെന്നുള്ളൂ. അല്ലാതെ എനിക്കിങ്ങനെ പറയാനിങ്ങനെ ആധുനികമായിട്ടുള്ള പറയാനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല, അതിനുള്ള സാമർഥ്യമല്ല. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ സാധനങ്ങൾ ഞാനിവിടെ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഡെയിലി എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്ത് വീഡിയോസാണ് ഇടാൻ പറ്റുന്നത് വെച്ചാൽ അത് ഞാനിടും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ എല്ലാം ഫുള്ള് കണ്ട് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഒരു പെങ്ങളെ പോലെ, അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിനെ പോലെ കണ്ട് എൻ്റെ എല്ലാ സഹോദരന്മാരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കുടുംബത്തിലോ അവിടെ ഇവിടെ പോകാനോ ഒന്നുമില്ല. എനിക്ക് ഈ വീടും ഈ ചുറ്റുപാടും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് പറയാനുണ്ടാവുക. അപ്പോൾ എന്നും പറയണ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. എൻ്റെ മറ്റുള്ള വീഡിയോസ് കുട്ടികളത് എന്താണോ ഞാൻ ഇടുന്നത് ആ വീഡിയോസ് നിങ്ങളൊന്ന് ക്ഷമിച്ച് കാണണം കേട്ടോ. ദയവ് ചെയ്തിട്ട് അത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഔദാര്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്നൊരു സഹായമായിട്ട് ഞാനും കണ്ടോളാം. അപ്പോൾ ഒരുപാട് നന്ദി. പിന്നെ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി. മനസ്സിൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഒരുപാട് നന്ദി. ഇനി അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കഷ്ടപ്പാടും എല്ലാം മാറട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.